ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറ്റിപ്പുറം മക്കാബി ബേക്കറിയിലാണ് കേട്ടോ. അസ്മിക്കുട്ടൻ മദ്രസയിൽ ജയിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണമെന്നാണ്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മധുരമായിട്ട് എന്തെങ്കിലും എടുത്തോ നോക്കട്ടെ. അങ്ങനെ വേണോ? ഇന്ന് സ്കൂൾ ഉണ്ടോ? സ്കൂൾ ഉണ്ടോ? വേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് 9:30ക്കാണ് കുറ്റിപ്പുറത്ത് നിന്ന് വാണിയങ്കാട്ടേക്കുള്ള ബസ്. അപ്പോൾ എനിക്ക് കുനാഫ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇന്നലെ വീട്ടിൽ കുനാഫ കൊണ്ടുവന്നിരുന്നു, എനിക്ക് പനി ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അതെ ഞങ്ങൾ ഷോപ്പിലെത്തി. പിന്നെ ഇതാ അസ്മിക്കുട്ട എന്താടാ വാങ്ങി കൊടുത്ത കുനാഫ എങ്ങനെയുണ്ട്? കഴിക്കണ്ടേ? പൊട്ടിക്കണ്ടേ? പിന്നെ കുനാഫ ഇതേ അൺബോക്സിംഗ് ആണ് ചെയ്യും. ഇതിൻ്റെ വലിയതാണ് എൻ്റെ ആങ്ങളെ കൊടുത്തത്, പക്ഷെ അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ കയറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 130 രൂപയുണ്ട് ഇതിന് വരുന്നത്. കഴിക്കും ഈ കഴിച്ചോ? സൂപ്പർ. അസ്മിക്കുട്ടനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അർഷുവിന് ഇന്ന് ലീവ് വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നു. അപ്പോൾ എനിക്ക് വിശക്കണം. ഞങ്ങളിപ്പോൾ തിരൂരെത്തിയിട്ടോ. തിരൂർക്കാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും വാങ്ങി കൊടുക്കാതെ വെച്ചാൽ ചായയും പിന്നെ എന്തെങ്കിലും പൊരിക്കടി എന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ടാ. അങ്ങനെ അതൊക്കെ കുടിച്ചു. അങ്ങനെ ഇതാ ഞാൻ ജൂനിറ്റിയോന്നോ അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടാണ് കേട്ടോ. ഈ കുട്ടികളുടെ മാത്രം ഡ്രസ്സുള്ള കടയാണ്. അപ്പോൾ ഞാൻ ഇവിടേക്കാണ് കേട്ടോ വന്നത്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പുത്തൻതാണിക്കാണ് എടുത്തത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇൻസ്റ്റയിൽ ഞാൻ കുറേ ദിവസമായിരുന്നു ഈ റീൽസ് കണ്ടിട്ട്, അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. ഒരുപാട് നല്ല കളക്ഷൻസുകളുണ്ട്, നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ എന്ത് ഭംഗിയാ വെച്ചിട്ട്. ഇത് നമ്മൾ തിരൂർ പാലൊക്കെ എത്തുന്നതിൻ്റെ മുന്നേ കേട്ടോ. നമ്മുടെ കുറ്റിപ്പുറം റൂട്ടിൽ നിന്ന് അങ്ങോട്ട് വളഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതുള്ള ഈ കട ഉള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസുകൾ ഇത് കണ്ടോ. കോട്ടിൻ്റെ ഒക്കെ എന്ത് ഭംഗിയാണ്. കുട്ടികളുടെ ഫ്രോക്കും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് തിരയേണ്ടിയൊന്നും വന്നില്ല. അപ്പോൾ അതാ അവന് 2-3 ഐറ്റംസുകളൊക്കെ കാണിച്ചു തന്നു, പക്ഷേ എനിക്കിതൊന്നും വലിയ ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല അടിപൊളി മോഡലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവന് പറഞ്ഞ് എന്നാൽ ഡെനിമിൻ്റെ കാണിച്ചു തരാം. ഞാൻ ഡെനിമിൻ്റെ പാൻറ്റും ഇതേ ഷർട്ട് കണ്ട. ഞാൻ കോട്ട് മോഡലാണ് ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ടസ്മിക്കുട്ടൻ എനിക്ക് വാങ്ങിയത്. ചെന്ന് പെട്ടെന്ന് കിട്ടിയിട്ടോ. ഷോപ്പിങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ്. അതിന് പിന്നെ തിരൂരിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല. ഞങ്ങൾ ഇന്ന് കുറ്റിപ്പുറത്ത് പോകാൻ ഞാൻ അടുത്ത ഷോപ്പിംഗ് കുറ്റിപ്പുറത്ത് നിന്നാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് കുറ്റിപ്പുറത്ത് നിന്ന് ഉമ്മാക്കൊരു അബായ എടുക്കാനുണ്ട്. അപ്പോൾ അത് കുറ്റിപ്പുറത്ത് നിന്ന് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതാ പോകുന്നത്. ഞങ്ങൾ തിരുനാവായിക്കൂടെ ഉണ്ടോ പോണത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 2 മണിക്കാണ് ഇറങ്ങിയത്. പെട്ടെന്ന് പോന്നിട്ടോ. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ കുറ്റിപ്പുറത്ത് എത്തിയിരിക്കുന്നത്. 4 മണി കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയി തുടങ്ങി കേട്ടോ. എന്നാലും നല്ല വെയിലുണ്ട്. പിന്നെ നമ്മൾ 2 വീലർമേൽ അവിടെ ആകുമ്പോൾ നല്ല വെയിലല്ലേ. പിന്നെ ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ചിലവരും ഞാൻ വീഡിയോസ് എടുക്കണ നോക്കുമ്പോൾ കാണുന്നുമുണ്ട്. അന്നതാ ഞങ്ങൾ കുറ്റിപ്പുറത്ത് സിൽസിലയിൽ നിന്നാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടിക്ക് വീണ്ടും ദാഹിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ കരുതിയിരുന്നു വെള്ളം, അപ്പോൾ അത് എടുത്തു കൊടുത്തു. അതിനതാ ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് വാങ്ങാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കയറി. എന്താണെന്നറിയില്ല, വലിയ തിരക്കൊന്നും കാണാനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നോമ്പ് കുറച്ചൊക്കെ കണ്ട് കഴിയുമ്പോഴാവും, ലാസ്റ്റ് എത്തുമ്പോഴാവും നല്ല തിരക്കുണ്ടാവുക. എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ടൗണിൽ കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു അബായ കിട്ടി. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ടാണ്. ഞാൻ എനിക്ക് ഡ്രസ്സ് എടുത്ത്, അർഷുവിന് ഡ്രസ്സ് എടുത്ത്, പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് ഒരു കൂട്ടും കൂടി ഡ്രസ്സ് എടുത്തിട്ടാണ്. അവനക്ക് എല്ലാ കൊല്ലം 2 കൂട്ട് ഡ്രസ്സ് എടുക്കാറുണ്ട്. അപ്പോൾ ഒന്ന് സിൽസിലയിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ അതാ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇപ്പോൾ സമയം 5:30-6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ലേറ്റ് ആവില്ലേ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി. അസ്മിക്കുട്ടൻ അതിന് എന്തോ കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിലാണ് കേട്ടോ. അവനെന്തോ പറഞ്ഞിരുന്നു, അത് വാങ്ങിക്കൊടുത്ത് ആ ദേഷ്യത്തിനാളാണ്. അങ്ങനെ അതാ രാത്രി ആയപ്പോൾ അസ്മിക്കുട്ടൻ അത് നല്ല ചിത്രം വരയിലാണ് കേട്ടോ. ആദ്യം വേറൊരു ചിത്രം വരച്ച് ഞാനത് കണ്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് വീഡിയോസ് എടുക്കട്ടെന്ന് പറഞ്ഞത്. കഴിഞ്ഞോ? ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്.
വരാ പിന്നെ പിന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അപ്പോൾ അതാ അസ്മിക്കുട്ടൻ എണീക്കണുള്ളൂ. പിന്നെ ഇന്നലെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ കുറച്ച് നേരം വൈകി, പിന്നെ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് വാങ്ങിയത് എന്തൊക്കെയൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും 4 കടയിൽ നിന്നായിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിരിക്കുന്നത്. എടുത്തത് കുറ്റിപ്പുറം ഖൈറ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് കേട്ടോ, കുറ്റിപ്പുറത്തുനിന്ന്. പിന്നെ അസ്മിക്കുട്ടൻക്ക് നമ്മുടെ തിരൂരിൽ, പിന്നെ അർഷുവിന് സിൽസിലേന്ന് കൊടുത്തിട്ടുണ്ട്, സ്പാർക്കെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 4 കടയിൽ നിന്നാണ് ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു തരാം. ഫസ്റ്റ് അസ്മിക്കുട്ടൻ്റെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ, നല്ല ഡെനിൻ്റെ പാൻറ്റും അതിലേക്കുള്ള ഷർട്ടെന്നോ കോട്ടെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഷർട്ടായിട്ടും ഇടാം, കോട്ടായിട്ടും ഇടാം കേട്ടോ. അതെ ഇടാം. ഡെനിമിൻ്റെയാണ്, അത്യാവശ്യം റേറ്റ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല രസമുണ്ട് അവിടെ എടുത്തത്. പിന്നെ അതിലേക്ക് ഞാനൊരു ലാവൻഡർ ഷെയ്ഡ് ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ പെയർ ചെയ്യാം, എന്താ ഷർട്ടായിട്ടും പെയർ ചെയ്യാം കേട്ടോ. ഇതിട്ടിട്ടും ഇങ്ങനെ ഇത് രണ്ടും കൂടി പെയർ ചെയ്യാം, അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർഷുവിൻ്റെത് ഇപ്രാവശ്യം ഒരുപാടായിട്ടുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഒരു ഡ്രസ് കോഡ് പോലെ ഇടണമെന്ന്. പക്ഷെ അത് നടക്കാറില്ല. ഇപ്രാവശ്യം അത് ഞാനൊന്ന് സാധിച്ചെടുത്തു. അത് അപ്രതീക്ഷയായിട്ടാണ് കേട്ടോ, അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ പോയപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും കറക്റ്റിൽ കിട്ടി, അപ്പോൾ വാങ്ങിയെന്നുള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഇത് അർഷുവിനുള്ളതാണ്. അതിലേക്ക് ലാവൻഡർ അടിപൊളിയുടെ, ഞാൻ കഴിഞ്ഞ വർഷത്തെ പെരുന്നാൾക്കൊക്കെ വിചാരിച്ചാണ് ലാവൻഡർ ഷെയ്ഡ് എടുക്കണമെന്ന്, പക്ഷെ അതൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഫൈനലി ഞാൻ ചുരിദാർ ബിറ്റാണ് എടുത്തിട്ടുള്ളത്. ചുരിദാർ ബിറ്റാണ് എടുത്തിട്ടുണ്ട്. അത് ലാവൻഡർ ഷെയ്ഡ് തന്നെ എടുത്തിട്ടുണ്ടോ, നല്ല ഭംഗിയില്ല, നല്ല അടിപൊളിയാണ്. അതാണ് അതിൻ്റെ ഷോൾ വരുന്നത്. സ്കാലപ്പിൻ്റെ വർക്കാണ് താഴത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിന് 1700 രൂപയാണ് ബിറ്റിന് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അസ്മിക്ക് വേറെ എന്തിട്ടാണ് വന്നിട്ടുള്ളത്, അസ്മിക്കുട്ടനിക്കുള്ള തന്നെയാണ് ഷർട്ടും. അതിലേക്ക് ഇത് പള്ളിക്കൊക്കെ പോകുമ്പോൾ ഇടാനുള്ളതാണ്. മറ്റേത് പിന്നെ നമുക്ക് ഒരു വിരുന്നൊക്കെ പോകുമ്പോൾ ഇടാനുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാണ് അസ്മിക്കുട്ടനിക്ക് 2 കൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു കൂട്ട് കൂടെ എടുക്കണം. പിന്നെ എന്താ പറയുക വെച്ചാൽ ഇത് മൊത്തത്തിൽ 1000 രൂപയാണ്. 1000 അല്ല 700 രൂപ കേട്ടോ, ഇത് രണ്ടും കൂടി. പിന്നെ എൻ്റെതിന് 1700. പിന്നെ അസ്മിക്കുട്ടിൻ്റെ മറ്റേന് 2000 ഉണ്ടായത്. പിന്നെ അർഷുവിന് 2000 രൂപ. അങ്ങനെ മൊത്തത്തിൽ കൊല്ലത്തെ പെരുന്നാൾ അടിപൊളിയാക്കി. അപ്പോൾ എന്താ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ. അസ്മിക്കുട്ടാ എന്താ ബൈ പറഞ്ഞേ. അസ്മിക്കുട്ട നീറ്റ് വരുന്നുള്ളൂ കേട്ടോ, ബൈ പറയടാ. അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് പറ്റാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് എടുക്കാം കേട്ടോ. ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം ഇപ്പോൾ തന്നെ ലേറ്റായി, ഷോപ്പിലേക്ക് പോകാനുണ്ട്. ഓക്കെ ബൈ ബൈ. നീക്കടാ നോമ്പുണ്ടാ.